മീ ഹൽദിദ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എൻ്റെ എൻഗേജ്മെൻറ്റ് ഷോപ്പിങ്ങിൻ്റെ കോഴിക്കോടുള്ള ഡേ 1 ആണ്. ഓൾറെഡി ഒരു കൊച്ചി വ്ളോഗ് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും കണ്ടു നോക്കൂ. അതെ, ഇപ്പം ഞാനുള്ളത് ഷീ സ്റ്റൈൽ സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള ബാലുശ്ശേരി തന്നെയുള്ള ഒരു സ്റ്റോറാണ്. ഈ അടുത്ത് ഓപ്പൺ ചെയ്തതാണ് കേട്ടോ. ഞാനിവിടെ വന്നത് ഈ ഒരു ചുട്ടികൾ നോക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ എനിക്ക് വേണ്ട, ഞാൻ ഉദ്ദേശിച്ച സാധനം എനിക്ക് അവിടെ നിന്ന് കിട്ടിയില്ല. സോ അതിനുശേഷം നമ്മൾ നേരെ പോകുന്നത് ഹോസ്പിറ്റലിലോട്ടാണ്. ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു അർജൻസൊക്കെ ഇതിൻ്റെ ഇടയിൽ ഉണ്ടായി. അതൊന്നും ഞാൻ വ്ളോഗ് ചെയ്തിട്ടില്ല. അങ്ങനെ അതിനുശേഷം ഞാൻ പോയിട്ടുള്ളത് എനിക്ക് നല്ല ഫുഡ് കഴിക്കണമെന്നുണ്ടായിരുന്നു. അപ്പം ഷാപ്പിൽ പോയിട്ട് അവൻ കപ്പയും ഞാൻ വെള്ളയപ്പമാണ് വാങ്ങിച്ചത്. കൂടെ നല്ല കൂന്തൽ ഫ്രൈയും ബീഫ് ഫ്രൈയും വാങ്ങിച്ചു. ആമസോണിൽ ഇപ്പം സെയിൽ നടക്കുന്നുണ്ട്. ഞാൻ റീസെൻ്റ്ലി വാങ്ങിച്ചിട്ടില്ല കുറച്ച് പ്രോഡക്റ്റ്സ് കാണിച്ചു തരാൻ ഓർത്തു. റീസെൻ്റ്ലി വാങ്ങിച്ചിട്ടുള്ളത് മാത്രമല്ല കേട്ടോ, കുറച്ച് കാലമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന 1-2 പ്രോഡക്റ്റ്സ് ഉണ്ട്. അതുകൂടെ കാണിച്ചു തരാൻ ഓർത്തു. സോ എന്തായാലും നമുക്ക് പ്രൊഡക്ട്സ് കാണാം. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ പ്ലം ഗുഡ്നസിന്റെ ഈ 2 പ്രൊഡക്ട്സ് ആണ്. ഇതൊരു ഡിയോഡറന്റ് ആണ്. ഇത് ഞാൻ കുറെ കാലമായിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. അടിപൊളിയാണ്. ആൻഡ് ഇതൊരു ബോഡി മിസ്റ്റ് ആണ്. നല്ല സൂപ്പർ ആയിട്ടുള്ള നല്ല ഒരു മണം കിട്ടുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബോഡി മിസ്റ്റ് ആണ്. എല്ലാത്തിനെയും ലിങ്ക്സ് ചെയ്യാൻ താഴെ കൊടുക്കാം. അപ്പം സെയിൽ നടക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ഓഫേഴ്സ് ആമസോണിലുണ്ട്. സോ ഇത് രണ്ടുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള, ഞാൻ കുറെ കാലമായിട്ട് യൂസ് ചെയ്യുന്ന 2 പ്രോഡക്ട്സ്. പിന്നെ അത് ഇപ്പോൾ നാട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ എടുത്തിട്ടുള്ള ആകെ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഫേസ് മേക്കപ്പിനുള്ള പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു കൺസീലർ ആണ്. ഇത് സ്വിസ് ബ്യൂട്ടിന്റെ കൺസീലർ ആണ്. അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കൺസീലർ ആണ്. അത്യാവശ്യം കുറേ കളർ റേഞ്ചസ് ഉള്ള ഒരു കൺസീലർ ആണ്. എൻ്റെ കളർ എന്ന് പറയുന്നത് N01 ആണ്. മീഡിയം കാരമലോ അങ്ങനെ ഏതോ ഒരു ഷെയ്ഡാണ് കേട്ടോ. അപ്പം എല്ലാത്തിൻ്റെയും ലിങ്ക് താഴെ ഉണ്ടാവും. വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ കുറേ കാലമായിട്ട് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയായിരിക്കും, ബ്രോണിൻ്റെ ഈ ഒരു ഫേസ് റേസർ ആണ്. ഒരു മിനി റേസർ ആണ്. കണ്ടോ, ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്വിച്ച് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ മുഖത്തുള്ള രോമങ്ങളൊക്കെ എടുക്കാം, മീശയൊക്കെ എടുത്ത് കളയാം. സോ ഇതും ഞാൻ അവിടെ നിങ്ങോട്ട് വന്നപ്പം കൊണ്ടുവന്നിട്ടുള്ള വളരെ കുറച്ച് ഒരു സാധനമാണ്. സോ ഇതാണ് നമ്മളെ ബ്രോണിന്റെ റേസർ. ഇത് ഒരുപാട് നല്ല റിവ്യൂസ് ഉള്ളതാണ്. ബ്രോണിന്റെ തന്നെ ഐബ്രോ റേസർ ഉണ്ട്, ഒരു ഐബ്രോ ട്രിമ്മർ. അതെനിക്ക് ആക്ച്വലി ഇത്ര ഇഷ്ടമല്ല, പക്ഷെ ഇതാണ് കുറച്ചും കൂടെ നല്ലത്. അത് കുറച്ചുകൂടെ പ്രിസൈസ് ആയിട്ട് ചെയ്യാനൊക്കെ പറ്റുന്നില്ല. അത് കുറച്ച് പെയിൻഫുൾ ആണ്, പക്ഷെ ഇതൊട്ടും പെയിൻഫുൾ അല്ല. ഇത് അടിപൊളിയാണ്. സോ ഇതാണ് അടുത്ത പ്രൊഡക്റ്റ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവമാണ്. ഇത് ആക്ച്വലി നെയിൽ പോളിഷ് റിമൂവർ ആണ്. ഞാൻ വന്നപ്പം എൻഗേജ്മെന്റിന് വേണ്ടിയിട്ട് നെയിൽസ് ചെയ്തിരുന്നു. സോ ഞാൻ ഈ കൈ വെച്ചിട്ട് മഞ്ഞളുള്ള സാധനം കഴിക്കുന്തോറും എൻ്റെ കൈ മുഴുവൻ മഞ്ഞളാവുമായിരുന്നു. അപ്പം ഞാൻ അപ്പം വെച്ചിട്ട് നെയിൽ പോളിഷ് അല്ല, ആ ഒരു മഞ്ഞൾ മാത്രം പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു വൈപ്സ് നല്ലതായിരുന്നു. ഇത് ഏതാ ബ്രാൻഡ് എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ നല്ലൊരെണ്ണം ഞാൻ താഴെ ലിങ്ക് ചെയ്യാം. സോ നെയിൽ പോളിഷ് റിമൂവർ എനിക്ക് വളരെയധികം ഈ ഒരു വീക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. പിന്നെയെന്ന് പറഞ്ഞിട്ടുള്ളത് സ്വിസ് ബ്യൂട്ടിന്റെ ഈ ഒരു മേക്കപ്പ് റിമൂവർ സ്പ്രേ ആണ്. ഞാൻ മേക്കപ്പ് റിമൂവർ സ്പ്രേ അവിടെ നിങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു, അപ്പോൾ എനിക്ക് ഇവിടുന്ന് വാങ്ങിക്കേണ്ടി വന്നു. സോ ഇതാണ് സ്വിസ് ബ്യൂട്ടിൻ്റെത്. അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ എൻഗേജ്മെന്റിന് അന്ന് ഷൂട്ടിന്റെ ഇടയിൽ എൻ്റെ മേക്കപ്പ് ഫുൾ അവൻ്റെ ഇവിടെ ഈ ഒരു ഷർട്ടിന്റെ ഭാഗത്തായിരുന്നു. അപ്പോൾ അതുവരെ ഇത് വെച്ചിട്ട് ഞങ്ങൾ കളഞ്ഞു. പിന്നെ അത്യാവശ്യം ഫേസ് മേക്കപ്പ് ആണെങ്കിലും ഒക്കെ പോകാൻ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. സോ ഇതാണ് നമ്മളെ സ്വിസ് ബ്യൂട്ടിന്റെ മേക്കപ്പ് റിമൂവർ. പിന്നെ ചൂടായിരിക്കും എന്ന് കരുതിയിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ഉപയോഗിച്ചില്ല, പക്ഷെ ഇത് ആക്ച്വലി നല്ലൊരു സാധനമാണ്. ഇപ്പം ഭയങ്കരമായിട്ട് ചൂടെടുക്കുന്നൊക്കെ ആണെങ്കിൽ എനിക്ക് യൂസ് ചെയ്യാം. ഇവിടെ ഈ ഒരു സ്വിച്ച് ഉണ്ട്. ഇത് 3 പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ സൗണ്ട് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നല്ല സ്പീഡിൽ അത് കറങ്ങും. സോ ഇതാണ് അടുത്ത പ്രൊഡക്റ്റ്. ഇത് ആക്ച്വലി എനിക്ക് ഉപയോഗിക്കേണ്ടി വന്നില്ല. ബിക്കോസ് എന്തോ ഒരു ഭാഗ്യത്തിന് ഞങ്ങളെ പരിപാടിൻ്റെ അന്ന് അത്ര എനിക്ക് ചൂടെടുത്തില്ല. സോ അതുകൊണ്ട് അതങ്ങനെ ഉപയോഗിക്കേണ്ടി വന്നില്ല. പിന്നെ എന്ന് പറയുന്നത് ഞാൻ ബോട്ടോപ്ലക്സ് ചെയ്തിരുന്നു കൊച്ചിയിൽ നിന്ന്. നിങ്ങൾക്ക് എൻ്റെ ഹെയർ കണ്ടാൽ മനസ്സിലാവും. സോ ബോട്ടോപ്ലക്സിൻ്റെ തന്നെ ലൈക്ക് ഷാമ്പൂ കണ്ടീഷണറും യൂസ് ചെയ്യണമായിരുന്നു. സോ ഇത് അവിടുന്ന് സലോണിൽ നിന്ന് വാങ്ങിക്കാതെ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. സലോണിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും ഒരു 300 റുപ്പീസിൻ്റെ ഡിഫറൻസ് ഞാൻ ആമസോണിൽ കണ്ടു. ഇതാണ് പ്രൊഡക്ട്സ്. ഇത് ബ്രസീലിയൻ സീരീസ് K9 ന്യൂ ടെക്നോളജി ബ്രസീലിയൻ സീരീസ് ഫ്രിസ് ഡിസ്മിസ് ഷാമ്പൂ, ഫ്രിസ് ഡിസ്മിസ് കണ്ടീഷണറുമാണ്. കണ്ടോ. സോ ഇത്രയും പ്രൊഡക്ട്സ് ഒന്ന് കാണിച്ചു തരാൻ ഓർത്തു. നിങ്ങൾ എന്തായാലും വ്ളോഗ് കണ്ടിന്യൂ ചെയ്ത് കണ്ടോളൂ. അങ്ങനെ ഷോപ്പിംഗ് എന്നും പറഞ്ഞ് ഇറങ്ങിയ ഞങ്ങൾ ഇന്ന് ഹോസ്പിറ്റലിൽ പെട്ടിട്ട് ഒരുപാട് നേരം ഹോസ്പിറ്റലായി പോയി. ഒരു ഉച്ചര വൈകുന്നേരം ആയപ്പോഴാണ് ഷീമാട്ടിയിൽ എത്തിയത്. ഇവിടെ വന്നതിൻ്റെ പിന്നിലുള്ള ദുരുദ്ദേശം അമ്മയുടെ സാരി മാറ്റി വാങ്ങൽ. അമ്മ ഓൾറെഡി ഒരു സാരി എടുത്തിരുന്നു, പക്ഷേ അതിൻ്റെ കളർ എനിക്ക് അത്ര അങ്ങോട്ട് പിടിച്ചില്ല. അപ്പം നമ്മൾ അതൊന്നും മാറ്റി വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഷീമാട്ടിയിൽ വന്നേക്കുന്നത്. ഇവർ ഓൾറെഡി ഞാൻ സ്പീഡിലുള്ളപ്പം എന്നെ ഓൺലൈനൊക്കെ വിളിച്ച് സാരിയും അച്ഛൻ്റെ ഷർട്ടും കുഞ്ഞൂസിൻ്റെ ഡ്രസ്സും ഒക്കെ സെറ്റ് ചെയ്തിരുന്നു. അപ്പം ഞങ്ങൾ സാരി നോക്കുന്ന സമയത്ത് അച്ഛനും അമ്മനും കൂടെ പോയിട്ട് കുഞ്ഞൂസിനെ പിക്ക് ചെയ്ത് വന്നു. ഇവളിപ്പം ഹോസ്റ്റലാണ് കേട്ടോ, സൈലത്തിൻ്റെ.
സോ ഞാൻ വന്നതിന് ശേഷം ഇന്നാണ് ഇവളെ കാണുന്നത്. പിന്നെ അവർ സാരി നോക്കിക്കൊണ്ടിരിക്കുമ്പം ഞാനും അമ്മനും കൊടുത്ത് അൽമ കരിനോയിൽ വന്നു. ഇത് ഹൈലൈറ്റിലുള്ള ഒരു ജ്വല്ലറി ഷോപ്പാണ്. ഇൻസ്റ്റഗ്രാമിൽ ഒരു ദിവസം റാൻഡം ആയിട്ട് കണ്ടിട്ട് എനിക്ക് മാല ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെയാണ് ഞാൻ ഇവരെ കോൺടാക്ട് ചെയ്യുന്നത്. സോ എൻ്റെ എൻഗേജ്മെൻറ്റിന് ഞാൻ ഇട്ടിട്ടിരുന്ന ഒരു നെക്ലേസ് ഇല്ലേ, ഒരു കുട്ടി ചോക്കർ, അത് ആക്ച്വലി ഇവിടെ നിന്ന് എടുത്തതാണ്. ഒരുപാട് പേര് ചോദിച്ചിരുന്നത് അത് എവിടെ നിന്നാണ്. അത് ഞാൻ അൽമ കരീനോ എന്നാണ് എടുത്തിട്ടുള്ളത്. സോ അതിനുശേഷം അവർക്കൊരു റിവ്യൂ വീഡിയോ ഒക്കെ ചെയ്ത് കൊടുക്കുമെന്ന് ചോദിച്ചു. അതൊക്കെ ചെയ്തു. പിന്നെ ഹൈലൈറ്റിൽ തന്നെയുള്ള മെട്രോ ഷൂസിൽ വന്ന് നോക്കി. നമുക്ക് അവനൊരു ചെരുപ്പ് നോക്കണമായിരുന്നു, ബട്ട് നോക്കിയുള്ളൂ കേട്ടോ, എടുത്തൊന്നുമില്ല. ഒരുപാടൊന്നുമില്ല, കുറച്ച് 2-3 എണ്ണം അവിടുന്ന് ട്രയലൊക്കെ ചെയ്ത് നോക്കി. അതിനുശേഷം ഞാൻ പോയിട്ടുള്ളത് ചുട്ടി നോക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് എൻ്റെ ലഹങ്കേൻ്റെ കൂടെ ഒരു ചുട്ടി ഇടണം എന്നുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ നോക്കി, അങ്ങനെ പിന്നെ ഇവിടെ വന്നിട്ട് നോക്കി. അവസാനം എനിക്കിത് ഇത് ഇഷ്ടപ്പെട്ടു. ഇപ്പം കാണിച്ചതല്ലതേ, ഇത് ഇഷ്ടപ്പെട്ടു കേട്ടോ. സോ ഞാൻ ആ മാലയൊക്കെ വെച്ച് നോക്കി. അങ്ങനെ അവിടുന്ന് അത് റെൻറ്റിനുള്ള പേയ്മെൻ്റ് ഒക്കെ ചെയ്തു. 3 days റെൻറ്റിന് എന്തോ 350 അങ്ങനെ എന്തോ ആണ് കേട്ടോ അവിടുത്തെ റേറ്റ്. സോ ഗൈസ്, നമ്മളെ ഡേ 2 ഓഫ് എൻഗേജ്മെന്റ് ഷോപ്പിംഗ് കോഴിക്കോട് വേർഷൻ. ആരാണ് എന്റെ കൂടെ ഉള്ളതെന്ന് അറിയാമോ ബ്രോ? അപ്പൊ ഇന്ന് തീയതി 13-ാം തീയതി, മെയ് അല്ലല്ലോ, ജൂൺ 13-ാം തീയതിയാണ്. സോ രാവിലെ ഞങ്ങൾ രണ്ടുപേരും അമ്മന്റെ അമ്മയൊക്കെ ആയിട്ടൊന്ന് അമ്പലത്തിലൊക്കെ പോയി വന്നു കേട്ടോ. ഞാൻ ഇവിടെ ഫോട്ടോ എടുക്കാം. സോ ഇനിയിപ്പോ നമ്മൾ പോണത് കോഴിക്കോടേക്കാണ്. നമുക്ക് 1-2-3 കാര്യങ്ങൾ ഇന്ന് ചെയ്യാനുണ്ട്. ഫസ്റ്റ് വൺ ഇസ് റിംഗ് കളക്ട് ചെയ്യാം. സെക്കൻഡ് വൺ ഇസ് എനിക്കൊരു ഫേഷ്യൽ ചെയ്യാൻ സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ അപ്പോയിന്റ്മെന്റ് എടുത്തു. ഓക്കെ, ഫേഷ്യൽ ചെയ്യണം. ആൻഡ് നെക്സ്റ്റ് കാര്യം ഇസ് ഇവന്റെ ഡ്രസ് വാങ്ങിക്കണം, ഇവന്റെ കുർത്ത വാങ്ങിക്കണം. അത് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. അത് വാങ്ങിക്കാനുള്ളൂ, എല്ലാം വാങ്ങിക്കാനുള്ളൂ. ഒന്നും പോയിട്ട് തപ്പിപ്പിടിച്ച് വാങ്ങിക്കാനൊന്നുമില്ല, നമുക്ക് പോയി കളക്ട് ചെയ്യാനുള്ളൂ. സോ ഇപ്പം സമയം ഒരു 10:15 ആയിട്ടുണ്ട്. നമ്മൾ കുറച്ച് ലേറ്റ് ആയി ഇറങ്ങാൻ. 10:49 കറക്റ്റ് 10:50. സോ അതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. അപ്പൊ നമുക്ക് വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ഇതാ വീട്ടിൽ നിന്ന് ഇറങ്ങി ആദ്യം തന്നെ പോയിട്ടുള്ളത് ഷില്ലേച്ചിൻ്റെ വീട്ടിലേക്കാണ്. ഇത് അമ്മേൻ്റെ ഏറ്റവും ഇളയ അനിയത്തിയാണ്. ഇവിടേക്കാണ് ഞാൻ ആമസോൺ കൊറിയറൊക്കെ ഓർഡർ കൊടുക്കാറുള്ളത്. ചിലതൊന്നും എൻ്റെ പിൻകോഡിൽ വർക്ക് ചെയ്യാറില്ല. സോ എന്തെങ്കിലും റിട്ടേൺ ഉണ്ടെങ്കിൽ അവിടെ തന്നെ കൊണ്ടുവയ്ക്കണം. അങ്ങനെ റിട്ടേൺ ഉള്ളതൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ട് നേരെ പോയിട്ടുള്ളത് മലബാർ ഗോൾഡൻ ഡയമണ്ട്സിലേക്കാണ്. ഇത് കോഴിക്കോടുള്ള ഷോറൂമാണ്. സോ ഇവിടെയാണ് നമ്മൾ എൻഗേജ്മെൻറ്റ് റിങ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ കൊടുത്തിട്ടുള്ള റെഫറൻസ് ഒക്കെ ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം കേട്ടോ. പിന്നെ അവിടെ ചുമ്മാ ഇരുന്ന് കുറച്ച് അവിടുത്തെ റിങ്ങുകളൊക്കെ നോക്കി അങ്ങനെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ കാത്തിരിക്കുകയാണ് നമ്മൾ റിങ് കിട്ടാൻ വേണ്ടിയിട്ട്. എൻ്റെ റിങ്ങൊക്കെ ചെയ്യാൻ കൊടുത്തതൊക്കെ ഓൺലൈനായിട്ടാണ് കേട്ടോ. സോ നമ്മൾ റിങ് കയ്യിൽ കിട്ടി. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മളൊരു വെഡിങ് ബാൻഡ് പോലെ ആണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മളെ റിങ് എന്ന് പറയുന്നത്. റോസ് ഗോൾഡ് ആണ് ചെയ്തത് വിത്ത് ബാഗ്വിറ്റ് ഡയമണ്ട്സ്. ഈ വാച്ചിരുന്ന് തിരിക്കായിരുന്നു. മെക്കാനിക്കൽ വാച്ച് പറഞ്ഞെടുത്തു. മെക്കാനിക്കൽ വാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർപെച്വൽ മെഷീൻ. ഇത് ഇതുപോലെ ഞാൻ ഇട്ടു കേട്ടോ. അങ്ങനെ കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെയാണ് നമുക്ക് എൻഗ്രേവ് ചെയ്യണമായിരുന്നു റിങ്ങിന് പേരും ഡേറ്റും ഒക്കെ. അപ്പം അതിനുള്ള ആൾക്കാർ ഫുഡ് കഴിക്കാൻ പോയതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പോയിട്ട് ഫുഡ് കഴിച്ച് വരാമെന്ന് വിചാരിച്ചു ആ ഒരു ഗ്യാപ്പിൽ. അങ്ങനെ ഞങ്ങൾ അടുത്തുള്ള സാഗറിൽ തന്നെ പോയിട്ട് ഞാനൊരു ഫിഷ് ബിരിയാണിയാണ് കഴിച്ചത്. അവനൊരു ചിക്കൻ ബിരിയാണിയും. ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഫിഷ് ബിരിയാണി കഴിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു പുഡിങ്ങും വാങ്ങിച്ചു. അവനൊരു ടെൻഡർ കോക്കനട്ട് പുഡിങ്ങും ഞാനൊരു കാരമൽ പുഡിങ്ങും. പിന്നെ നമ്മൾ തിരിച്ചതേ മലബാർ ഗോൾഡിൽ തന്നെ എത്തി. അവിടെ എൻഗ്രേവ് ചെയ്യാൻ പോയി നോക്കി. പക്ഷെ അവിടുത്തെ ഫോൺസ് ഒന്നും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അതാണ് നമ്മൾ ചെയ്യാതെ തന്നെ നേരെ പോണത് രാമനാട്ടുകാരേക്കാണ്. ബിക്കോസ് രാമനാട്ടുകാരെയാണ് അവന്റെ കുർത്ത ചെയ്യാൻ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളിവിടെ എത്തി. അവന്റെ കുർത്ത ട്രയലൊക്കെ ചെയ്ത് നോക്കി. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആൻഡ് ഈ കുർത്തയിൽ ത്രൂ ഔട്ട് ചെയ്തിട്ടുള്ള ഡിസൈൻസ്, ആ ഒരു ഹാൻഡ് വർക്ക് ഞങ്ങളെ രണ്ടുപേരെയും കപ്പിൾ ടാറ്റോ ഒന്ന് ഇൻസ്പയർ ചെയ്തിട്ട് ചെയ്തിട്ടുള്ളതാണ്. എൻ്റെ ലെഹങ്കയിലും സെയിം കൈൻഡ് ഓഫ് ഡിസൈൻ ആണുള്ളത്. കൈയിൻ്റെ സ്ലീവിലൊക്കെ നമ്മളെ കപ്പിൾ ടാറ്റു ഡിസൈൻ ആണുള്ളത്. അപ്പോഴത്തേക്ക് നമ്മൾ ഡിസൈനർ ആയിട്ടുള്ള ഫാരിസ് വന്നു. ഏതൊക്കെ ഷൂസ് വേണം എന്നൊക്കെ അവർ പ്ലാൻ ചെയ്തു. പിന്നെ ഞാൻ വന്നിട്ടുള്ളത് ടോണിയൻ ഗൈയിലേക്കാണ്. ഇവിടെ വന്നിട്ട് എനിക്കൊരു ഫേഷ്യൽ ചെയ്യണമായിരുന്നു. ഞാൻ ഹൈഡ്രാ ഫേഷ്യൽ എന്ന് വിചാരിച്ചാണ് വന്നത്. ബട്ട് ചെയ്ത് വന്നത് സ്കിൻ ബ്രൈറ്റനിങ് ഫേഷ്യൽ ആയിരുന്നു. പാരലലി അവൻ അവിടെ ഇരുന്ന് ഹെയർ കട്ടൊക്കെ ചെയ്തു. പിന്നെ ഞാൻ അവനോട് പറഞ്ഞു, നീ ചുമ്മാ ഒരു ഫേഷ്യൽ ചെയ്യും. അങ്ങനെ അവനെ കൊണ്ടും ഞാൻ ആദ്യത്തെ ഒരു ഫേഷ്യൽ ചെയ്യിപ്പിച്ചു. ആദ്യം എൻ്റെ ഫേഷ്യൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് എൻ്റെ ഫേഷ്യൽ ആദ്യം തന്നെ കഴിഞ്ഞു. പിന്നെ അവനിങ്ങനെ എനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നിട്ടുള്ള വീഡിയോസ് ആണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞു ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ എടുത്തപ്പോൾ ഭയങ്കര വേദന ഉണ്ടായിരുന്നു. അങ്ങനെ പുള്ളിക്കാരൻ്റെ ആദ്യത്തെ ഫേഷ്യലും ചെയ്തു. അങ്ങനെ ഫേഷ്യൽ കഴിഞ്ഞപ്പോഴത്തേക്കിന് അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പോയിട്ടുള്ളത് പ്രോവിഡൻസിലേക്കാണ്. അവിടെ പോയിട്ട് അവൻ്റെ സിസ്റ്റർ പിക്ക് ചെയ്യാനുണ്ടായിരുന്നു. ആ നടന്നു വരുന്നതാണ് എൻ്റെ സിസ്റ്റർ ഇൻ ലോ. അങ്ങനെ അവളെയും പിക്ക് ചെയ്തു. അപ്പോൾ അവളുടെ കയ്യിൽ മെഹന്തി ഒക്കെ ഇട്ടിട്ടുണ്ട്. ഒരു ഫ്രണ്ട് ഇട്ട് കൊടുത്തതൊക്കെ കാണിച്ചതാണ്. പിന്നെ നമ്മൾ പോയിട്ടുള്ളത് ഇവന് ഷൂ നോക്കാനുണ്ടായിരുന്നു. അപ്പം കോഴിക്കോട് തന്നെയുള്ള ഈ ഒരു ഷോപ്പിലാണ് നമ്മൾ പോയിട്ടുള്ളത്. അത്യാവശ്യം ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് വരുന്നതിൻ്റെ ഒരു തിരക്കുണ്ടായിരുന്നു എന്നുള്ളത് ഒഴിച്ചാൽ
പെട്ടെന്ന് തന്നെ നമുക്കൊരു 20 മിനിറ്റ്സിനുള്ളിൽ വേണ്ട ഷൂസ് ഒക്കെ കിട്ടി. 2-3 ട്രയൽ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബ്രൗണും ഈ ഒരു ബ്ലാക്കും എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ ബ്രൗൺ ആണ് കുറച്ചും കൂടെ എൻഗേജ്മെന്റ് ആപ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതെടുത്തു. അങ്ങനെ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ പോയിട്ടുള്ളത് ഗോൾഡൻ കപ്പിലേക്കാണ്. ഞാൻ എൻ്റെ ചുട്ടി എടുത്തിട്ടുള്ള സ്ഥലത്ത് ഇവക്ക് എന്തെങ്കിലും ഒരു മാല കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അവിടെ ഒന്നും കിട്ടിയില്ല. അതിൻ്റെ അടുത്ത് ഉള്ള ഒരു ഷോപ്പിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ അങ്ങനെ അന്നത്തെ ദിവസം ബൈ ബൈ പറഞ്ഞു. സോ ഇതാണ് നമ്മളൊരു കുട്ടി വ്ളോഗ്, അങ്ങനെ എൻഗേജ്മെന്റ് ഷോപ്പിംഗ് വ്ളോഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ബൈ.